ഹലോ, PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് നേതാക്കളും അവരുടെ അപരനാമങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന നേതാവാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായുടെ അപരനാമമാണ് പഞ്ചാബ് കേസരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ആരാണ്? ലാലാ ലജ്പത് റായ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു. അടുത്തത് മറാത്ത കേസരി. ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെ അപരനാമമാണ് മറാത്ത കേസരി. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി തിരിഞ്ഞു. സൂററ്റിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സൂററ്റ് പിളർപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. മുമ്പ് പറഞ്ഞു ലാലാ ലജ്പത് റായ് തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവാണ്. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകും തീവ്രവാദി വിഭാഗത്തിലെ നേതാവായിരുന്നു. അടുത്തത് ഭാരത കേസരി. ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ അപരനാമമാണ് ഭാരത കേസരി. 1959 നടന്ന വിമോചന സമരത്തിൻ്റെ നേതാവും ആര് തന്നെയായിരുന്നു? മന്നത്ത് പത്മനാഭൻ തന്നെയായിരുന്നു. ഈ വിമോചന സമരമാണ് EMS സർക്കാരിനെ പിരിച്ചുവിടാനുണ്ടായ കാരണവും. അതുപോലെ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും. അടുത്തത് ആന്ധ്ര കേസരി. ആരാണ്? ടി പ്രകാശം. ടി പ്രകാശത്തിൻ്റെ അപരനാമമാണ് ആന്ധ്ര കേസരി. ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ടി പ്രകാശം. ആന്ധ്രാപ്രദേശിൻ്റെ അല്ല, ശ്രദ്ധിക്കണം, ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ടി പ്രകാശം. ആന്ധ്രാപ്രദേശിൻ്റെ ആണെങ്കിൽ നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി. അടുത്തത് മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക് തന്നെയാണ് മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു മറാത്ത കേസരി, അതും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലക് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ 3 നേതാക്കന്മാരിൽ ഒരാളാണ് ബാലഗംഗാധര തിലക്. അപ്പോൾ ആ 3 നേതാക്കന്മാരാരൊക്കെയായിരുന്നു? 1 ലാലാ ലജ്പത് റായ്, 2 ബാലഗംഗാധര തിലക്, 3 ബിപിൻ ചന്ദ്രപാൽ. ലാൽ, ബാൽ, പാൽ എന്നാണ് ഇവർ 3 പേരും അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ദേശബന്ധു. ആരാണ്? CR ദാസ്. CR ദാസിൻ്റെ അപരനാമമാണ് ദേശബന്ധു. ചിത്തരഞ്ജൻ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. അടുത്തത് കാശ്മീർ സിംഹം. ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയുടെ അപരനാമമാണ് കാശ്മീർ സിംഹം. അടുത്തത് ഇന്ത്യയുടെ തത്ത. ആരാണ്? അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ അപരനാമമാണ് ഇന്ത്യയുടെ തത്ത എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന സൂഫി പണ്ഡിതനായിരുന്നു അദ്ദേഹം. അടുത്തത് ബാപ്പുജി. ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയായിരിക്കും. അടുത്തത് ബാബുജി. ആരാണ്? ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാമിൻ്റെ അപരനാമമാണ് ബാബുജി. സ്വതന്ത്ര ഇന്ത്യയുടെ 4ാമത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ജഗ്ജീവൻ റാം. അതുമാത്രമല്ല, അദ്ദേഹം മൊറാർജി ദേശായി സർക്കാരിലെ പ്രതിരോധ മന്ത്രി കൂടിയായിരുന്നു. അടുത്തത് കിപ്പർ. KM കരിയപ്പ. KM കരിയപ്പയുടെ അപരനാമമാണ് കിപ്പർ. ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആണ് ഫീൽഡ് മാർഷൽ KM കരിയപ്പ. അടുത്തത് നേതാജി. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപരനാമമാണ് നേതാജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അതുമാത്രമല്ല, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസ് ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ്? പരാക്രം ദിവസ് ആയിട്ടാണ് ആചരിക്കുന്നത്. അടുത്തത് ആചാര്യ. ആരാണ്? വിനോബ ഭാവെ. വിനോബ ഭാവെയുടെ
അപരനാമമാണ് ആചാര്യ. മഹാത്മാഗാന്ധിയുടെ ആത്മീയ പിൻഗാമിയാണ് ആചാര്യ വിനോബ ഭാവെ. കൂടാതെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ്, ആചാര്യ വിനോബ ഭാവെ. അടുത്തത് ഗുരുദേവ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അപരനാമമാണ് ഗുരുദേവ്. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന് 1913 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പം നമുക്ക് ഇതുവരെ പറഞ്ഞ നേതാക്കന്മാരും അവരുടെ അപരനാമങ്ങളും ഒന്നുകൂടെ ഒന്ന് നോക്കാം. പഞ്ചാബ് കേസരി ലാല ലജ്പത് റായ്, മറാത്ത കേസരി ബാലഗംഗാധര തിലക്, ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ, ആന്ധ്ര കേസരി ടി പ്രകാശം, മറാത്ത സിംഹം ബാലഗംഗാധര തിലക്, ദേശബന്ധു CR ദാസ്, കാശ്മീർ സിംഹം ഷേഖ് മുഹമ്മദ് അബ്ദുള്ള, ഇന്ത്യയുടെ തത്ത അമീർ ഖുസ്രു, ബാപ്പുജി മഹാത്മാഗാന്ധി, ബാബുജി ജഗ്ജീവൻ റാം, കിപ്പർ KM കരിയപ്പ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ആചാര്യ വിനോബ ഭാവെ, ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.